ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു യാത്ര കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലാൻഡിലേക്കാണ് ഈ യാത്ര. അതിൻ്റെ പേരാണ് സാമ്പ്രാണിക്കൊടി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് പോകുക എന്നുള്ളത്. കൊല്ലം ജില്ലയെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു സ്ഥലമാണിത്. ചുറ്റിലും 4 ഐലാൻഡ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ നടുക്കാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് സാമ്പ്രാണിക്കൊടി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. 4 പേരായിരുന്നു ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരകത്തേക്ക് ചെന്നു. അവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഒരാൾക്ക് 180 രൂപയാണ് ടിക്കറ്റ്. 8 പേരുണ്ടെങ്കിലേ അവർ ബോട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ 4 പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഞങ്ങളും ടിക്കറ്റ് എടുത്തു. അതിനുശേഷം അവർ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ 8 പേരായിട്ട് ആ ഒരു സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ ഈ ഐലാൻഡിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ഒരാൾക്ക് 180 രൂപ ഞങ്ങൾ കൊടുത്തു. ഗൂഗിൾ പേ ആണ് ചെയ്തത്. അത് മാത്രമല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. സോ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി. കാരണം ഞങ്ങൾക്ക് ഒരു പൊടിക്കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോയി. അതിന് 1 വയസ്സേ പ്രായമുള്ളൂ. എങ്കിലും അതിന് ടിക്കറ്റ് ഞങ്ങൾ കൊടുത്തില്ല. ടിക്കറ്റ് കൗണ്ടർ 150 രൂപ. ഇതിൽ എഴുതിയിട്ടുണ്ട്, തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൽ 7 പേരെ കയറാവൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 7+ ക്രൂ എന്നാണ് അവിടെ ബോട്ടിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, പാദരക്ഷകൾ അവിടെ കൊണ്ടുപോകരുതെന്നും എഴുതി വെച്ചിട്ടുണ്ട്. വെളിയിട്ടിട്ട് വേണം പോകാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പാദരക്ഷ ഇട്ടുകൊണ്ട് പോയി. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം പാദരക്ഷ ഇടാൻ സൗകര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും ബോട്ടിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് കൂടെ വേറെ 4 പേരുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ബോട്ടെടുക്കുന്നു. ഒരു 12 മണിക്കാണ് ഞങ്ങളിതിൽ കയറിയെങ്കിലും വലിയ ചൂടില്ലായിരുന്നു. അത്യാവശ്യം നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി. ഒരു ക്രൂ ഉണ്ടായിരുന്നു. 8 പേര് പ്ലസ് ക്രൂ ആയിരുന്നു. പിന്നെ ആ കാണുന്നതാണ് ഐലാൻഡ്. അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ മാത്രമല്ല, ചുറ്റും 4 ഐലാൻഡ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് അട്രാക്ഷൻ ചെയ്യുന്നത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഈ ഐലാൻഡാണ്. അത്യാവശ്യം വെള്ളത്തിന് ആഴമില്ലെങ്കിലും നല്ല ഓളങ്ങൾ നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് പോയെങ്കിലും ഒരുപാട് പേര് നേരത്തെ അവിടെ ഐലാൻഡിലുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുകയും കാര്യം പറയും. ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഏകദേശം 150-200 പേര് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ഞങ്ങൾക്കൊരു കൗതുകമായിട്ട് തോന്നി. ആദ്യമായിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ ഐലാൻഡിലെത്തി. ആ ഐലാൻഡിലെത്തുമ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടി ഒരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ സാധാരണ എല്ലാവരും ചെരുപ്പില്ലാതെയാണ് ഐലാൻഡിൽ കാല് കുത്തുന്നത്. പിന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളാണ് ഇതിൽ പറയുന്നത്. പക്ഷേ മോശം അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട്. ചുറ്റുമുള്ള വീടുകളെല്ലാം താമസിക്കുന്നതിൻ്റെ സൈഡിലാണെന്നൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇതൊക്കെ ഞങ്ങൾ ചെരുപ്പില്ലാതെ അതിൽ നിന്നിറങ്ങി. കാരണം ആഴമില്ല, ഏകദേശം മുട്ടിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ അത്രയും ആഴം. പിന്നെ അവിടെ കുറേ കണ്ടൽക്കാടുകൾ പിടിച്ച് നിൽപ്പുണ്ട് അവിടെ. അത് മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത്, അവിടെ ഒരു 3-4 പേര് അവിടെ ഓരോ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നു. വെള്ളമാണേലും മാങ്ങ ഉപ്പിലിട്ടാണേലും ഒരുപാട് കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നു. അത് മാത്രമല്ല, 4-5 വള്ളങ്ങൾ അവിടെ കിടപ്പുണ്ട്. വള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ തുഴയുന്ന വെള്ളമല്ല, മോട്ടർ ഘടിപ്പിച്ച വള്ളങ്ങൾ. അതിൽ കയറി ഈ 4 ഐലാൻഡും ചുറ്റിക്കറങ്ങി കാണിക്കുന്നതിന് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളത് പ്ലാൻ ചെയ്തില്ല. കാരണം പൊടിക്കൊച്ചൊക്കെ കൈ ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് സേഫ്റ്റി ജാക്കറ്റോ കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ആഴമില്ല ഇവിടെ ഉള്ള ഈ വെള്ളത്തിന്. വന്നിറങ്ങി ഞങ്ങൾ കുറച്ച് അവിടെ കച്ചവടം ചെയ്തവരുടെ കയ്യിൽ നിന്നും കുറേ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങി. കുറച്ച് തണുത്ത വെള്ളം വാങ്ങി. അതൊക്കെ അവർക്കൊരു ചെറിയൊരു വരുമാനമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ അവിടെ നടന്ന് കുറേ ചുറ്റി കറങ്ങി കണ്ടു. ഒരുപാട് കാണാൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു കണ്ണുകുളിർക്കെ കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെ അവിടെ ഉണ്ട്. അവിടെ ഇരിക്കാം, ഫോട്ടോ എടുക്കാം. അവിടെ ഇരിക്കുന്നിടത്ത് സാമ്പ്രാണിക്കൊടി എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കൗതുകമായിട്ട് തോന്നി. ഈ വെള്ളത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ബോർഡ് വെക്കുക, അവിടെ ഇരിക്കാൻ സ്ഥലം വെക്കുക, അവിടെ ഫോട്ടോ എടുക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഒരു മനോഹരമായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐലാൻഡിൽ വരുന്നത്. അത് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ മറ്റൊരു ഐലാൻഡ് കൂടിയുണ്ട്, മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. അത് കൊല്ലം ജില്ലയിലെ കുണ്ട്രയ്ക്കടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും പോകാൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ കൊല്ലത്തൊരു ആവശ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഈ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പ്ലേസ് വള്ളങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ വള്ളങ്ങൾ ഒരാൾക്ക് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐലാൻഡ് ഫുള്ള് കറക്കി ചുറ്റിക്കാണിച്ച് തരുമെന്നാണ് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. കാരണം ആഴമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ച് സേഫ്റ്റി ജാക്കറ്റിൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളില്ല. ഒരാൾക്ക് നടന്ന് നീങ്ങാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നടക്കാവുന്ന ആഴം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 50 രൂപ കൊടുത്ത് ഞങ്ങൾ വള്ളത്തിലും കയറി. ആ വള്ളത്തിൽ കയറി ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല പോലെ വെയിൽ അടിക്കുന്നുണ്ടായിരുന്നു. അവിടെ തൊപ്പിയുണ്ട്, പക്ഷേ ഞങ്ങൾ തൊപ്പി വാങ്ങിയില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും വള്ളത്തിൽ കയറ്റി. ഞങ്ങൾ 4 പേരായിരുന്നു. വള്ളത്തിൽ കയറി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ആ പുള്ളിക്കാരൻ, വള്ളം തുഴയുന്ന ആ ചേട്ടൻ, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ പണ്ടൊരു അപകടം നടന്നിരുന്നു. അത് അപകടം നടക്കാൻ കാരണം ആ യുവാവിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അപകടം നടന്നത്. അതിനുശേഷം
സർക്കാർ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നെ 2 വർഷം മുന്നാണ് ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരന് വലിയ വരുമാനങ്ങളൊന്നുമില്ല. വെള്ളം പുറത്തു നിന്ന് പൈപ്പ് ലൈൻ വരുന്നുണ്ട്. പിന്നെ അവർക്ക് യാത്ര ചെയ്യാനോ പോകാനോ ഉള്ള സൗകര്യം ഈ വള്ളം മാത്രമേ ആശ്രയിക്കേണ്ടി വരുന്നുള്ളൂ. അവർക്ക് പിന്നെയും സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ അങ്ങ് ദൂരെ വണ്ടി വിളിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കഥ പറഞ്ഞു. ഞങ്ങൾക്കത് കേട്ടപ്പം നമുക്ക് ഈ ഒരു മൺട്രോത്തുരുത്ത് നമുക്ക് ഒരു കൗതുകമായിട്ട് തോന്നിയെങ്കിലും അവർക്ക് ഇതൊരു സങ്കടമുള്ള കാര്യമാണ്. കാരണം ദൂരെയൊക്കെ പോകാനോ പഠിക്കാനോ പോകാൻ വള്ളം കയറി പോകേണ്ട ഒരവസ്ഥയാണ്. അതിപ്പോൾ അവരുടെ കുറ്റമല്ല, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ വന്ന് പെട്ടുപോയത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങളിങ്ങനെ വള്ളത്തിലിങ്ങനെ 4 ചുറ്റും ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടനാണ് പറഞ്ഞത് ഒരു 150 വീട് ഈ മൺട്രോത്തുരുത്തും ഈ ഒരു ഐലാൻഡിന് ചുറ്റും താമസിക്കുന്നുണ്ട്. അവരെല്ലാം യാത്ര ചെയ്യുന്നത് ഈ വള്ളങ്ങളിലാണ്. അതെനിക്ക് അതിശയമായിട്ട് തോന്നി. കാരണം ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ കായലിൻ്റെയും കടലിൻ്റെയൊക്കെ സൈഡിൽ താമസിക്കുന്നവർ വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലും ഇങ്ങനെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നെനിക്കൊരു കൗതുകം തോന്നി. ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണാൻ സാഹചര്യം ഉണ്ടായത് ഇന്നലെയായിരുന്നു. സോ അതും കണ്ട് ആസ്വദിച്ച് നമുക്ക് 4 ഐലാൻഡിൽ കണ്ടുവരാം എന്നല്ലാതെ അവിടെ നമ്മൾ ഇറക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ചുറ്റി കാണാം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഒരാൾക്ക് 50 രൂപ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് യാത്ര ആസ്വദിച്ചു വന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് ഞങ്ങളിങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ കറങ്ങി. കാരണം പുള്ളിക്കാരൻ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആഴം കാണിച്ചു തന്നു. ഇത്രയും ആഴം മാത്രമേ ഉള്ളൂ, നടന്ന് നീങ്ങാവുന്ന ആഴം മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു തന്നു. അത് മാത്രമല്ല കൊക്കുകളൊക്കെ നടന്ന് നീങ്ങുന്നത് കണ്ടപ്പോൾ നമുക്ക് കൗതുകം തോന്നി. പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ്, അത്രയ്ക്ക് ആഴമില്ല എന്ന് തന്നെ നമുക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഓരോ ഐലാൻഡും കണ്ട് ഒരുപാട് ഫാമിലീസ് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇത് സാധാരണ ഒരു സ്ഥലമാണ്. പക്ഷെ പുറത്ത് വരുന്നവർക്ക് ഇത് ഒരു അല്ലല്ലേ, ഇത് നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നിയില്ലേ? പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസ് തോന്നുന്നില്ല. ഇവിടെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോ വള്ളങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് യാത്ര ചെയ്യാൻ വേറെ വഴിയില്ല. അപ്പോൾ ഈ കമ്പൊക്കെ കുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വലിയ ആഴമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അവസാനം ഞങ്ങൾ ഐലാൻഡ് എല്ലാം ചുറ്റിക്കണ്ട് അവസാനം തിരിച്ച് ഞങ്ങൾ എവിടെയാണോ ഇറക്കി വിട്ടത് അങ്ങോട്ടുള്ള യാത്രയിലാണ്. അത്യാവശ്യം ഈ സൈഡിൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തൊപ്പിയും കാര്യങ്ങളൊന്നും വെച്ചില്ല. അപ്പോൾ അതാണ് നമ്മൾ പോകുന്ന ഐലാൻഡ്. ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വള്ളത്തിൽ കയറിയത്. അപ്പോൾ അവിടെ നിൽക്കുമ്പം ഒരു 3-4 ചർച്ചുകൾ കാണാൻ സാധിക്കും. അതും ഒരു മനോഹരമായിട്ട് തോന്നി. അത്യാവശ്യം ഞങ്ങൾ സ്റ്റില്ലും കാര്യങ്ങളൊക്കെ എടുത്തു. തിരിച്ച് അങ്ങോട്ട് പോകുന്ന യാത്രയിൽ ഞങ്ങൾ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ എവിടെയെന്നൊക്കെ ആ വള്ളക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കി. തിരിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് വള്ളങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ അക്കരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല വീണ്ടും ആൾക്കാർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു കൗതുകം തോന്നി. എത്ര ഈ വെയിലുണ്ടെങ്കിലും ഈ സമയത്ത് ആൾക്കാർ കാണാൻ വരുന്നത് തന്നെ ഒരു കൗതുകമാണ്. അത് മാത്രമല്ല ഇത് കേരള സർക്കാരിൻ്റെ ഒരു പൈസ കിട്ടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതും കൗതുകമായിട്ട് തോന്നി. വലിയ ആഴമില്ലാണ്ട് കൊക്കിൻ്റെ ഒക്കെ നടപ്പ് കാണുമ്പോൾ അറിയാം എത്ര ആഴമുണ്ടോ. കക്കയറി
കല്ലുമേക്കാനായിരിക്കും. 140 വേറെ 70 ഞാൻ അതാരും പോയപ്പോൾ അതാരും പറക്കത്തില്ലേ, ആരും പറക്കത്തില്ലേ. നമ്മളിവിടുന്നല്ലേ കയറിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഐലാൻഡിൽ കാലുകുത്തി പെതുക്കെ നടന്ന് ഞങ്ങൾ എവിടെ നിന്നാണോ വെള്ളം കയറിയത് അങ്ങോട്ട് നടക്കുകയാണ്. അവർ പരമാവധി വെള്ളം കുടിച്ചിട്ട് വേസ്റ്റ് ഇങ്ങനെയുള്ള വേസ്റ്റ് ബിന്നിൽ ഉപയോഗിക്കുക. ഓക്കെ, ബൈ ബൈ സാമ്പ്രാണിക്കൊടി. താങ്ക് യു. അങ്ങനെ സാമ്പ്രാണിക്കൊടിക്ക് ഗുഡ് ബൈ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ പോയ വെള്ളത്തിലല്ല തിരിച്ച് വന്നത്. എന്നിരുന്നാലും കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടാക്കി. അപ്പോൾ ഇനിയൊരു വരക്കം ഉണ്ടാവും എന്നറിയത്തില്ല, എങ്കിലും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.